ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലവർ ഫുഡ്സ്. ഇന്ന് നമ്മൾ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ ഞണ്ടാണിത്. ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതേപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ഒരു 3 എണ്ണം നന്നായി വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്നുകൂടി വഴറ്റാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തെടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം, എരിവ് വേണം. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ചേർത്തെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. ഞണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കാം. നമ്മളുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഞണ്ട് റോസ്റ്റ് ചപ്പാത്തിക്കും ചോറിനും നല്ല കോമ്പിനേഷനാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.